തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തുല്യമുള്ള പൂവാറ് കാട്ടാക്കട ഏരിയ വരുമ്പോഴത്തേക്ക് മണിയാറുള്ള കാട്ടാക്കട ആശുപത്രി ഇതിൽ ആശുപത്രിയാണ്. കാട്ടാക്കട ആശുപത്രി, ആര്യനാട് പാറശാല എന്നീ ആശുപത്രിയിൽ വൈകുന്നേരങ്ങൾ സായാഹ്ന ഭക്ഷണം 1-2 ദിവസങ്ങൾ സംഘടിപ്പിക്കും. കാലാവസ്ഥ മോശമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മാറ്റിയിരിക്കുള്ളൂ. ഭക്ഷണം സംഘടിപ്പിക്കുന്നു. ഒരു മാസത്തിൽ 2 ദിവസം നേരത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉച്ചക്കഞ്ഞി തന്നായിരിക്കും. ഇതിനിടയിൽ പൊതിച്ചോറുണ്ടാകും. ഈ റോഡില് ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട അച്ഛനമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങളുടെ സകല പ്രവർത്തകർ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് ഭക്ഷണവും വെള്ളവും വാങ്ങിച്ചു കൊടുക്കുന്ന. അതുപോലെ തന്നെ ഓണം, അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് വിദ്യാഭ്യാസ പരിപാടി. പാവപ്പെട്ട കുടുംബത്തിലെ നല്ല പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടി പഠനോപകരണങ്ങളും വസ്ത്രവും മറ്റ് കാര്യങ്ങളും നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 3-4 കേന്ദ്രങ്ങളിൽ നടത്തി വരികയാണ്. ഓണമാകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കിറ്റുകളും മറ്റ് ഭക്ഷ്യക്കിറ്റ് സാധനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്തു വരുന്നു. ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികളുമായ വ്യക്തികൾക്ക് ചികിത്സാ സഹായവും മെഡിസിനും നമ്മുടെ പ്രവർത്തകർ എല്ലാവരും കൂടി കയ്യിലുള്ള പൈസ സ്വരൂപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കാണുന്നുള്ള കിറ്റ് പരിപാടികളും ചികിത്സാ സഹായം മറ്റ് മറ്റ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിൽ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ മറ്റ് പ്രവർത്തകര് സംസാരിക്കുമ്പോഴത്തേക്കൂടെ സംസാരിക്കും. നമുക്ക് കുറെ കാലമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളിത് പലരുമായി ചർച്ച ചെയ്തെടുത്ത് ഏറ്റവും വലിയ ഒരു കാര്യമെന്തെന്നാൽ റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന അച്ഛനമ്മമാരെ പാർപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ പകൽ വീട് എന്ന രീതിയിൽ ആദ്യമായി പകൽ വീടാണ് തുടങ്ങുന്നത്. അത് ഒരു വൃത്തസ്ഥലമായി മാറ്റുവാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരെല്ലാം തീരുമാനിച്ച് കൈക്കൊണ്ട് അതിന്റെ പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്വന്തം രീതിയിൽ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. അധ്യക്ഷനായി ഞാൻ നന്ദി പറയേണ്ട കാര്യം എങ്കിലും എൻ്റെ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഇരിക്കുന്ന നമ്മുടെ സുരേഷ് സാറ്, ശ്രീ ജിനോ സാറ് പത്രപ്രവർത്തകരാണ്. എനിക്ക് അദ്ദേഹവുമായിട്ടൊരു 30 വർഷം കൊണ്ടുള്ള പരിചയമാണ്. അതേപോലെ നമ്മുടെ പാറശാല നാടകം, സീരിയൽ, സിനിമ എന്നീ രംഗങ്ങളിൽ തെറാപ്പി വരുന്ന വ്യക്തിയാണ്. എനിക്കറിയാവുന്ന അപ്രാപ്തമായ ഒരു വ്യക്തിയാണ്. ഇതിനെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു സഹചാരി എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് പരുത്തിമട സാർ. എനിക്ക് ഒന്നിന്റെ കാര്യം ഞാൻ ഗുരുവാണ്. കാരണം ഞാൻ 2005 മുതൽ ഏതാണ്ട് 2010 വരെ സാധാരണ ഒരു സ്കൂളിൽ PTA പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും 2 വർഷമാണ്. 5 വർഷവും 3 മാസവും ഞാൻ PTA പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ സ്കൂളിലെ കുട്ടികളെ ക്ലാസ് എടുക്കാനും നമുക്ക് മറ്റു കാര്യങ്ങൾക്കും പല തവണയായി വന്ന് ഞാൻ വളരെയേറെ ബന്ധമാണ്. പ്രവർത്തനങ്ങളെ പറ്റി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം നല്ല രീതിയിൽ ആശംസയിലൂടെ വിവരിക്കുന്നവരാണ് എൻ്റെ വിശ്വാസം. അതുപോലെ പറയാൻ വിട്ടുപോയ പിന്നെ ഞാൻ ലഹരിക്കെതിരെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു. ലഹരിക്ക് ക്ലാസ് എടുക്കാൻ മോട്ടിവേഷൻ ക്ലാസ് സാറിനെ പോലുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സസൈസുമായി ബന്ധപ്പെട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിൽ നമ്മൾ ഏരിയകളിലുമായി പ്രവർത്തനങ്ങൾ നൽകി വരുന്നുണ്ട്. ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തകർക്കും എന്ന് അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ രാവിലെ മുതൽ നമ്മുടെ ഒപ്പം നിന്ന ശ്രീ കായകേട്ടൻ, നമ്മുടെ ബാബു ചേട്ടൻ, നമ്മുടെ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അരുണ നാരായണമട്ടം, നമ്മുടെ സന്ധ്യ, എല്ലാ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എന്നെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്ത പുള്ളിക്ക് ഇവിടെ വെച്ചു കൊടുത്താൽ അവിടെ കേക്കൊക്കെ ഇവിടെ വെച്ചു കൊടുക്ക്. ചെയർമാനായി വരാൻ മാറ്റി